കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ ദയവായി ഒന്ന് വായിച്ചു തരണം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. മതി. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം. നിൻ്റെ പാദാന്തികങ്ങൾ ഇന്ന് രാത്രികാലം കടന്നു വരുന്നു. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഇന്ന് രാത്രി ഞങ്ങൾക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിൽ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം നാളെയിലും സഹായിക്കണം. ദൈവകൃപയും ദൈവ സാന്നിധ്യവും ഞങ്ങൾക്ക് തരയണം. അനുഗ്രഹവും പ്രത്യാശയും നിൻ്റെ സാന്നിധ്യവും ഞങ്ങൾക്ക് അരുളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോ വ്യക്തികളോടും സംസാരിക്കണം. കർത്താവെ, വചനം കേട്ട് അനുഗ്രഹം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് നിന്റെ ജനം ഭവനങ്ങളിലേക്ക് മടങ്ങുവാനിടയാക്കണം. ആവശ്യമായ എല്ലാ ദൈവകൃപയും ഇന്ന് രാത്രി ഞങ്ങൾക്ക് തരണം. എതിരായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടൻ്റെ പോരുകളെയും അവൻ്റെ പോരാട്ടങ്ങളെയും അവൻ്റെ പോരാട്ട സീമകളെയും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അത്ഭുതങ്ങൾ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ദൈവജനം കേൾക്കുന്ന ആളുകളെ അനുഗ്രഹിക്കണം. ഈ ഗ്രൗണ്ടിലുള്ള ആളുകളെ നീ അനുഗ്രഹിക്കണം. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന മുഴുവൻ ദൈവദാസന്മാരെയും നീ സഹായിക്കണം. ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ കൃപയും നിൻ്റെ അനുഗ്രഹവും ധാരാളം പകരുമാറാകണം. വചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എതിരായി നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും പിശാചിൻ്റെ തന്ത്രങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആരും ആമേൻ പറഞ്ഞില്ല. എനിക്ക് കേൾക്കണോ ആമേനൊക്കെ പറയുന്നേ? പ്രൈസലോ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാമെങ്കിൽ നിങ്ങൾ പറയുന്നത് എനിക്കും കേൾക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. ഈ രാത്രി ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏറെ വർഷങ്ങൾക്ക് മുൻപൊരിക്കൽ ഞാനിവിടെ പാസ്റ്റർ നടത്തിയ ഒരു മീറ്റിങ്ങിന് ഇവിടെ അടുത്ത് സ്ഥലം എനിക്ക് ഓർമ്മയിൽ അവിടെ വന്ന് മെസ്സേജ് പറയുവാനിടയായി. അനന്തരമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ അടുക്കൽ വരാൻ കഴിഞ്ഞത് ഒരു അനുഗ്രഹമായി, ഒരു സന്തോഷമായി ഞാൻ കരുതുകയാണ്. പ്രിയ ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ശക്തമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ വന്നു പോയതിനു ശേഷം ആ കുടുംബത്തിനൊത്തിരി മാറ്റമുണ്ടായി. രണ്ടുപേരെ എനിക്ക് പരിചയപ്പെടുത്തി. ദൈവം രണ്ടുപേരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കൈതാത്തിട്ട് കാണട്ടെ. സുവിശേഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിന് ദൈവം നൽകിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവവചനം വളരെ ശക്തമായി കേൾക്കുവാൻ ദൈവമക്കൾ പ്രാർത്ഥനയോടിരിക്കണം. ഞാൻ കഴിഞ്ഞ 4-5 വർഷമായി പ്രോഗ്രാമുകൾക്ക് പോകാതെ ഇരിക്കുകയായിരുന്നു കേട്ടോ പാസ്റ്ററെ. 5 വർഷത്തിന് ശേഷം ആദ്യമാണ് പാസ്റ്ററുടെ ഈ പ്രോഗ്രാമിന് ആദ്യമായി വരുന്നത്. ഞാൻ സുഖമില്ലാതെ കിടപ്പിലായിപ്പോയി. അല്പം അസുഖബാധിതനായിരുന്നത് കൊണ്ട് പ്രോഗ്രാമുകൾ പങ്കെടുക്കാതിരുന്നു. സഭകളിലും മറ്റ് ചെറിയ മീറ്റിങ്ങിലും ഒക്കെ പങ്കെടുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസനെ മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ പ്രിയ ബിരിപ്പാസ്റ്ററും പറഞ്ഞു, സാരമില്ല പാസ്റ്റർ, സന്തോഷത്തോടെ വരാൻ പറഞ്ഞു. ബിരിപ്പാസ്റ്റർ ഓർത്തേൻ ദൈവത്തെ സ്തുതിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാൾ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്രയും കാര്യമൊക്കെ ചെയ്യാൻ ദൈവം ഭംഗിയായി കൊണ്ട് നിർവഹിക്കുവാൻ അവസരം തന്ന ദൈവത്തെ വാഴ്ത്തുന്നു. തുടർന്ന് ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. ട്രിവാൻഡ്രം എന്ന് പറയുന്നത് നമ്മുടെ തലസ്ഥാന നഗരം. ഒരു ഭരണമാറ്റമൊക്കെ സംഭവിച്ച് ഇരിക്കുന്ന ഒരു പ്രത്യേക സമയത്താണ് ഇവിടെ നമ്മൾ ഈ മീറ്റിങ്ങിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ വർഷങ്ങൾക്ക് ശേഷമായി ആദ്യമായി
മെസ്സേജ് പറയാൻ വന്ന സ്ഥലമെന്നുള്ള ഓർമ്മ കൂടെ നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വളരെ ശക്തമായി പ്രാർത്ഥിക്കണം. 5 വർഷം ഒരു മീറ്റിങ്ങിനും പൊതു ശുശ്രൂഷയ്ക്ക് പോകാതെ വീട്ടിൽ വിശ്രമിക്കുക. സഭയിൽ മാത്രം എന്തെങ്കിലും അത്യാവശ്യ പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോകുമായിരുന്നു. ഇന്ന് രാത്രികാലം നിങ്ങളെ അടുക്കൽ വരാൻ കഴിഞ്ഞത് ഞാൻ അനുഗ്രഹമായി കരുതുകയാണ്. ഞാനൊരു 4 വട്ടം ആലോചിച്ചിട്ടാണ് പാസ്റ്ററോട് വരാം എന്ന് പറഞ്ഞത്. പ്രൈസലോടെ അനിൽ പാസ്റ്റർ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ല, ബിജു പാസ്റ്റർ റെക്കമെൻഡ് ചെയ്താൽ പിന്നെ അത് ഒട്ടുക വരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വന്നു ചേർന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ കഴിയുന്ന ആളുകൾ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ ദൈവം ശക്തമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് സുഖമില്ലാതിരിക്കാൻ ഞാൻ പറഞ്ഞു ഇതായിരുന്നു അസുഖമൊക്കെ പിന്നീട് ഞാൻ പറയാം. ഞാനൊരു അത്ഭുത മനുഷ്യനായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വലിയ അത്ഭുതങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ അടുക്കൽ വരുവാൻ കഴിയുന്നത്. എൻ്റെ കൂടെ 2 സഹോദരന്മാരുമുണ്ട്. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന കർത്തദാസൻ പാസ്റ്റർ ബിജു അവർ ഈ എൻ്റെ കൂടെ യോഗത്തിൽ സംബന്ധിക്കുന്നു. കൂടാതെ എൻ്റെ മകളുടെ ഭർത്താവും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. അവരെ 2 പേരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം വായിച്ച വേദഭാഗത്തിലേക്ക് വരുന്നതിന് മുൻപ് 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വായിച്ച വേദഭാഗം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളായിരുന്നു. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ മരിച്ചവനായിരുന്നു, ഇന്ന് ജീവിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രഖ്യാപിക്കുകയാകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾക്ക് സ്നേഹമുള്ളവരെ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ഉള്ളവനാകുന്നു നിങ്ങളുടെ അടുക്കൽ വന്ന് നിൽക്കുന്നവൻ. ഈ പന്തലിൽ ഇരിക്കുന്ന ഓരോ ആളുകളുടെ അടുക്കലും അവൻ്റെ സാന്നിധ്യം ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന നിങ്ങളുടെ അടുക്കൽ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ രാത്രി ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ കൊണ്ടു നടക്കുന്ന പുസ്തകം, ഞാൻ ഈ ബൈബിളിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാതെ പ്രസംഗിക്കുക അല്ലേ ഒരു പ്രസംഗം. പ്രൈസ് ദി ലോർഡ്. അതെനിക്ക് പ്രത്യേകതയാണ്. കാരണം ഈ കാലത്ത് വേദപുസ്തകം തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വേദപുസ്തകത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാതെ പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞത്. ഈ പുസ്തകം വിശ്വപ്രസിദ്ധമായ പുസ്തകമാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അതുല്യമായ ഗ്രന്ഥം അതാണ് വിശുദ്ധ ബൈബിൾ. ഇന്നയോളം മനുഷ്യൻ കണ്ടിട്ടുള്ള പുസ്തകങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരമായ പുസ്തകം അതാണ് വിശുദ്ധ ബൈബിൾ. മനുഷ്യവർഗത്തിൻ്റെ നാഡി ഇടിപ്പ് നിലനിർത്തുന്ന പുസ്തകമാണ് ഈ വിശുദ്ധ ബൈബിൾ. ഈ പുസ്തകം കയ്യിൽ കൊണ്ടു നടക്കാൻ കഴിഞ്ഞ ഞാനും നിങ്ങളും ഭാഗ്യവാന്മാരാകുന്നു. ഇന്ന് രാത്രികാലം കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുസ്തകത്തിലെ അവസാനത്തെ പുസ്തകത്തിലെ ഒരു വാക്യമാണ് ഞാൻ വായിച്ചത്. ഇതിൻ്റെ 1-ാമത്തെ പുസ്തകമെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം, അവസാനത്തെ പുസ്തകമെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം. അതിൽ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ച വേദഭാഗം ഉള്ളതെന്ന് ഓർപ്പിക്കട്ടെ. എന്താണ് വേദപുസ്തകത്തിൻ്റെ പ്രാധാന്യത? ലോകം ഇന്നയോളം കണ്ടതിൽ വെച്ചും സുന്ദരമായ പുസ്തകമാണ് ബൈബിൾ എന്ന് ഞാൻ പറഞ്ഞു. അത് വളരെ യാഥാർത്ഥ്യം നിറഞ്ഞ ഒരു സംഭവമാകുന്നു. ബൈബിൾ എന്ന് പറയുന്ന ഈ പുസ്തകം പോലെ ഒരു പുസ്തകം ലോക ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ല. 18-ാം നൂറ്റാണ്ടിലാകുന്നു മനുഷ്യൻ മാനവ സംസ്കാരത്തിന് അടിത്തറയിട്ടത്. 18 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാനവ സംസ്കാരത്തിന് അടിത്തറയിട്ട മനുഷ്യൻ അവൻ ഇന്നയോളം വായിച്ചു കൂട്ടിയതിലും അവൻ ഇന്നയോളം എഴുതി കൂട്ടിയതുമായ 10,000-കണക്കിന് കൃതികൾ നമ്മുടെ മുൻപിൽ മനോമുകുരത്തിൽ നിൽപ്പുണ്ടെങ്കിലും അതിലൊക്കെ സുന്ദരമായ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുസ്തകം നമ്മുടെ ജീവൻ നിലനിർത്തുന്ന പുസ്തകമാണ്.
ഹല്ലേലൂയ. ഇതിനെ തച്ചുടയ്ക്കുവാൻ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്, ഇതിനെ ഇല്ലാതാക്കുവാൻ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തെ പുറങ്കാൽ കൊണ്ട് ചവിട്ടി പുറത്താക്കിയ രാജാക്കന്മാരും രാജകിങ്കരന്മാരുമുണ്ട്, രാജ്യങ്ങളുണ്ട്. പക്ഷേ അവരുടെയൊക്കെ മുഖമുകളിൽ ഇന്നും ഒരു വലിയ വെള്ളി നക്ഷത്രം പോലെ ഈ വേദപുസ്തകം വെട്ടിത്തിളങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് എനിക്കിവിടെ നിൽക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. സ്നേഹമുള്ളത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെ, ഈ പുസ്തകം പോലെ ഒരു പുസ്തകത്തെ ലോകം ഇതുവരെ കണ്ടിട്ടില്ല. ഈ പുസ്തകം ചുട്ടി ചാമ്പലാക്കുവാൻ ആജ്ഞ കൊടുത്ത സാമ്രാട്ടുകളും സാമ്രാജ്യങ്ങളും ഒക്കെ പരാജയപ്പെട്ട മണ്ണിൽ ഇന്നും വേദപുസ്തകം അതിശക്തമായി നിലനിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏച്ചിക്കോവൂരും ഇടമറുകും തെക്കും ഭാഗം മോഹനും രാജഗോപാൽ വാഗത്താനുമൊക്കെ എന്നേക്കുമായി പുസ്തകത്തെ ചവിട്ടി മതിച്ച് പുറത്തു കളയാമെന്ന് വിചാരിച്ചുവെങ്കിൽ അവരൊക്കെ കാലയവനികയ്ക്കുള്ളിൽ വിശ്രമിക്കുമ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം ഇന്നും ശക്തമായി നിലകൊള്ളുകയാണ്. ഹല്ലേലൂയ. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പുസ്തകം കൊണ്ടു നടക്കുന്നത് ഭാഗ്യമാ. സ്നേഹമുള്ളവർ, ഇത് കൊണ്ട് നടക്കുന്ന നമ്മുടെ ജീവിതത്തില് ഭാഗ്യം നിറഞ്ഞ അവസ്ഥയാ പ്രിയമുള്ളവര്. അതെ, ഈ പുസ്തകം കൊണ്ട് നടക്കുന്ന നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമാ. ഹല്ലേലൂയ. ഈ പുസ്തകത്തെ കൊണ്ട് നടക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ടാകുന്നുവെന്നും ഈ പുസ്തകമാണ് ഞങ്ങളുടെ ഞാണിഞരമ്പുകളെ നിലനിർത്തുന്നതെന്നും പറയുവാൻ വേണ്ടി ഞാനൊരു നടന്ന ഒരു കഥ പറയാം. ഒരിക്കൽ ആഫ്രിക്ക എന്ന് പറയുന്ന വനാന്തരത്തിൽ, ആഫ്രിക്കയുടെ വനാന്തരത്തിൽ, ഹല്ലേലൂയ, ഈ പുസ്തകം കൊണ്ടു നടക്കുന്ന ആളുകളെ ആക്ഷേപിക്കുന്ന ഒരു വ്യക്തി കടന്നു വരുവാനിടയായി തീർന്നു. അത് മറ്റാരുമല്ല, ഒരു വെള്ളക്കാരനായ വ്യക്തി. ആഫ്രിക്ക എന്ന് പറയുമ്പോൾ കറുത്തവന്റെ രാജ്യവും വെള്ളക്കാരന്റെ സൗകുടീരവും കാപ്പിരി വർഗത്തിൽപ്പെട്ട ആളുകളുടെ സ്ഥലമായി ഈ ആഫ്രിക്കയെ നമ്മൾ കാണാറുണ്ടായിരുന്നു. അവിടേക്ക് നൂറുകണക്കിന് മിഷണറിമാർ വന്ന് ജീവത്യാഗം ചെയ്തതാകുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒരു ദിവസം ഒരു മിഷണറി കടന്നു വരുവാനിടയായി. ആ മിഷണറി കടന്നു വരുമ്പോൾ അവിടെയുള്ള കാപ്പിരി വർഗത്തിൽപ്പെട്ട ആളുകളിൽ ഒരുത്തൻ വിശുദ്ധ വേദപുസ്തകം അവന്റെ വീടിന്റെ മുറ്റത്തെ കല്ലിന്മേലിരുന്നു കൊണ്ട് വായിച്ചു കൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ സായിപ്പിന് ഇഷ്ടപ്പെട്ടില്ല. അവൻ ചോദിച്ചു, ഇതെന്താണ് നീ വായിച്ചു കൊണ്ടിരിക്കുന്നത്? അവൻ ഉത്തരം പറഞ്ഞു, ഞാൻ വായിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ആ ചെറുക്കനോട് ഈ സായിപ്പ് പറഞ്ഞു, ഞങ്ങൾ ഈ പുസ്തകം നേരത്തെ തഴഞ്ഞു കളഞ്ഞതാ, ഈ പുസ്തകം ഞങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞതാ. കാരണം വൈരുദ്ധ്യാത്മകതയുടെ കേളീരംഗമായ ഈ പുസ്തകം കൊണ്ടു നടക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് അദ്ദേഹം പറയുവാനിടയായി. പക്ഷേ സംഭവിച്ചെന്തെന്നറിയുമോ? ഈ പുസ്തകം എന്താണെന്ന് പഠിപ്പിക്കുവാൻ നീ എന്റെ അടുക്കലേക്കൊന്ന് വരാൻ പറഞ്ഞു. ആ കറുത്ത വർഗക്കാരനായ ആൾ ഇരിക്കുന്ന അടുത്തേക്ക് ഈ വെള്ളക്കാരൻ കടന്നു വന്നു. അവനെ തന്റെ സ്വീകരണ മുറിയിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുപോയി. ആ സ്വീകരണ മുറിയിൽ കൊത്തിയെടുത്ത ചില കൽരൂപങ്ങൾ ഉണ്ടായിരുന്നു. ആ കൽരൂപങ്ങൾക്ക് മുകളിൽ കുറെ മാലകൾ ഇട്ടിട്ടുണ്ട്. ആ മാലയെല്ലാം മനുഷ്യന്റെ കശേരുക്കൾ, ചെറിയ അസ്ഥികൾ ചേർന്ന മാലകളായിരുന്നു മനസ്സിലാക്കാൻ കഴിയും. ഈ മാല കണ്ടിട്ട്, ഈ സംഭവം കണ്ടിട്ട് ഉടനെ അവൻ ചോദിച്ചു, ഈ മാലകൾ എന്താണെന്ന് നിനക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ നീ ഇനിയും എന്റെ കൂടെ വരാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീടിന്റെ പുറകിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു കുട്ടകത്തിൽ വെള്ളം തിളച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതെന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. നീ വീണ്ടും വരാൻ പറഞ്ഞു. അവനെ കൂട്ടിക്കൊണ്ട് ആ കറുത്ത വർഗത്തിൽപ്പെട്ട മനുഷ്യൻ ആ വീടിന്റെ പുറകിലുള്ള ആ ചെറിയ കൊടിലിന്റെ പുറകിലുള്ള വീട്ടിലെ പുറകിലുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി. അവിടെ നിർത്തിയിട്ട് ഒരു വലിയ കിണർ കാണിച്ചു. അതിലേക്കൊന്ന് നോക്കാൻ പറഞ്ഞു. അവൻ നോക്കിയപ്പോൾ എന്താണെന്ന് അറിയുമോ? അതിൽ മനുഷ്യന്റെ അസ്ഥികൾ കിടക്കുകയാ. തലയുടെയും കാലിന്റെയും വാരിയുടെയും അസ്ഥികളൊക്കെ അവിടെ തലങ്ങും വിലങ്ങും കിടക്കുക. ഇത് കണ്ടോന്ന് ചോദിച്ചു. കണ്ടു. അങ്ങനെയെങ്കിൽ തിരിച്ചു വരാൻ പറഞ്ഞു. ഈ വെള്ളക്കാരനായ മനുഷ്യൻ കാപ്പിരി വർഗത്തിൽപ്പെട്ടവന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു. അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. വെള്ളക്കാരനോട് അവൻ ചോദിച്ചു,
നീ ഞാൻ കാണിച്ച സാധനങ്ങളെല്ലാം കണ്ടു. അങ്ങനെയെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കശേരുക്കൾ കൊണ്ട് നിറച്ചിരിക്കുന്ന മാലയുണ്ടല്ലോ, അത് മനുഷ്യന്റെ അസ്ഥികൾ, തരുണാസ്ഥികളും കശേരുക്കളും കൊണ്ടുണ്ടാക്കിയ മാലയാ. ഇത് ഞങ്ങളുടെ പിതാമഹന്മാരുടെ കൊത്തിയെടുത്ത ഈ ബിംബത്തിന് മുകളിൽ ഞങ്ങൾ ഇട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മരിച്ചുപോയ ആളുകളുടെ മുകളിൽ മാല ഇട്ടിരിക്കും പോലെ മാല ഇട്ടിരിക്കുക. വ്യത്യാസം ഒന്ന് മാത്രം, എല്ലുകൾ കൊണ്ടുള്ള മാലയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും അവനോട് പറഞ്ഞു, ഇനിയും വരാൻ പറഞ്ഞു. ഈ കുട്ടകത്തിൽ കാണുന്ന വെള്ളമുണ്ടല്ലോ, നിന്നെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ വെളുത്ത ആളുകൾ, വെള്ളക്കാരായ ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ വന്ന് സുവിശേഷം പറയാൻ വരുമ്പോൾ, അവർ കപ്പലിറങ്ങി വരുമ്പോൾ ഞങ്ങൾ അവരെ അടിച്ചു കൊന്നിട്ട് ആ പച്ചമാംസം വലിച്ചു കീറി തിന്നുകയും ബാക്കിയുള്ള ഭാഗങ്ങൾ കുട്ടകത്തിലെ വെള്ളത്തിൽ വേവിച്ച് കഴിക്കുകയും ചെയ്യുക പതിവായിരുന്നു. അതാണ് ഈ കുട്ടകമെന്ന് പറഞ്ഞു. ഇനി നീ പുറകോട്ട് വരിക, അവിടെ ഇരിക്കുന്ന ഈ കിണറ്റിലുണ്ടല്ലോ, ഈ കുഴിയിലുണ്ടല്ലോ കിടക്കുന്ന അസ്ഥികൾ, വലിയ അസ്ഥികളൊക്കെ നിന്നെ പോലുള്ള ആളുകൾ ഇവിടെ കടന്നു വരുമ്പോൾ അവരെ കൊന്ന് ഭക്ഷ്യമാംസം വലിച്ചു കീറി തിന്നിട്ട് അതിന്റെ അസ്ഥികളിട്ട് മൂടുന്ന സ്ഥലമാകുന്നു ഈ കുഴികളെന്ന് പറയുവാനിടയായി. അവസാനം അവനൊരു കാര്യം കൂടെ പറഞ്ഞു, നീ അടച്ചാക്ഷേപിച്ച ഈ വേദപുസ്തകം ഉണ്ടല്ലോ, ഇത് എന്റെ കയ്യിൽ കിട്ടാതിരുന്നുവെങ്കിൽ നിനക്കും ഈ ആഫ്രിക്കയുടെ വനാന്തരത്തിൽ കാലുകുത്തുവാൻ അവസരമുണ്ടാകുമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആഫ്രിക്കയിൽ എത്തിച്ചേരുവാൻ നിനക്ക് കഴിയുമായിരുന്നില്ല. ഈ പുസ്തകം എന്നെ മനുഷ്യനാക്കി മാറ്റിയത് കൊണ്ട്, എന്നെ ദൈവസ്നേഹത്തിന്റെ ഒരു അർത്ഥമാക്കി മാറ്റിയത് കൊണ്ട്, എന്നെ ദൈവസ്നേഹിയാക്കിയത് കൊണ്ടാകുന്നു നിനക്കിവിടെ കാലുകുത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ വേദപുസ്തകം തെറ്റി തള്ളി പറയരുത്. ഈ പുസ്തകത്തെ തള്ളിപ്പറഞ്ഞാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു വസ്തുത അവിടെ വെളിപ്പെടുത്തുവാനിടയായി. സ്നേഹിതരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഇതാണ് വേദപുസ്തകത്തിന്റെ പ്രാധാന്യത, ഇതാണ് വേദപുസ്തകത്തിന്റെ പ്രത്യേകത. ഈ പുസ്തകം കൊണ്ട് നടക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാകുന്നു. ഈ വെള്ളക്കാരനായ മനുഷ്യനോട് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടെ ഈ കാപ്പിരി വർഗത്തിൽപ്പെട്ട ആളുമായി സംസാരിച്ച് സ്നേഹത്തോടെ പിരിഞ്ഞുപോയി എന്നാണ് ചരിത്രം സാക്ഷീകരിക്കുന്നത്. ഇന്ന് രാത്രികാലം എന്റെ സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ അപരിഷ്കൃതരായിരുന്നു, ജീവിതത്തെ മോശമായി കണ്ടവരായിരുന്നു. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ അടിയും പിടിയും ബഹളവും കുത്തും വെട്ടുമൊക്കെ നടന്നവരായിരിക്കും. നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ സ്നേഹിതന്മാരായി മാറി, നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ മാനപാത്രങ്ങളായി മാറി എന്ന വസ്തുത ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ഓർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ഈ പുസ്തകത്തെ കുറിച്ച് ഒരുപാട് കാര്യം എനിക്ക് പറയാൻ ഇഷ്ടമുണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ സുകുമാർ അരിക്കട് എന്ന് പറയുന്നയാൾ ഒരു പുസ്തകം, ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ പേരിങ്ങനെയാണ്: മലയാള ഗദ്യസഹ കഥാസാഹിത്യത്തിൽ വേദപുസ്തകത്തിന്റെ സ്ഥാനം. ഇതാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ പേര്. ആ ലേഖനത്തിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാകുന്നു: സങ്കീർത്തനങ്ങളും ഉത്തമഗീതങ്ങളും സഭാപ്രസംഗയും കൂടെ ഇല്ലാതിരുന്നുവെങ്കിൽ മലയാള കൈരളി അത്രയ്ക്കും ശോഷണം സംഭവിച്ച പുസ്തകമായി മാറുമായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്തെന്നറിയുമോ? മലയാള കൈരളി കണ്ടതിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട എഴുത്തുകാരനാണ് സുകുമാർ അഴീക്കോട്. അദ്ദേഹം പറയാകുന്ന ഈ പദ്യപുസ്തകങ്ങൾ കൂടെ ഇല്ലാതിരുന്നുവെങ്കിൽ വേദപുസ്തകം അല്ലെങ്കിൽ മലയാള കൈരളി അത്രയ്ക്കും മോശമായ ഒരു സാധനമായി മാറുമായിരുന്നു. അതുകൂടെ വന്നപ്പോഴാകുന്നു പുസ്തകമായി മാറിയത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുവാനിടയായി.
ഞാൻ എൻ്റെ ചിന്തകൾ ഇവിടെ വിട്ടുപോവുകയാണ്. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ഓർത്തിരിക്കണം, എന്നെയും നിങ്ങളെയും ഒക്കെ ഞാനാക്കി മാറ്റിയത്, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയത്, നിങ്ങളെ മനുഷ്യരാക്കി മാറ്റിയത് വിശുദ്ധ വേദപുസ്തകം ഒന്ന് മാത്രമാകുന്നു. അതെ, ഇന്ന് രാത്രികാലം ഈ വേദപുസ്തകത്തെ സ്നേഹിക്കുവാൻ, അത് കൊണ്ടു നടക്കുവാൻ ഭാഗ്യം ലഭിച്ച നമ്മളാണ് ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം അവിടെ വിട്ടിട്ട് എൻ്റെ ചിന്തയിലേക്ക് വളരെ വേഗത്തിൽ മടങ്ങി വരികയാണ്. നമുക്ക് ആ വെളിപ്പാട് പുസ്തകത്തിലെ ആ വാക്യം തന്നെ വായിക്കാം. ഞാൻ ഓർപ്പിച്ചല്ലോ, വിശുദ്ധ വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകവും അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകവുമാകുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ വാചകം നമുക്കൊന്ന് വായിക്കാം. അവിടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് വായിച്ചു തരണമേ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത്, വേഗത്തിൽ സംഭവിപ്പാനുള്ളത്, തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്, തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ദൈവം കൊടുത്തത് മാത്രമേ ഈ ബൈബിളിലുള്ളൂ. ഞാൻ ഓർപ്പിച്ചത്, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ കൈയൊട്ടി സ്വോത്രം പറയണം. അല്ലേ, മിണ്ടാതിരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചു മനവാക്യം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത്, വേഗത്തിൽ സംഭവിപ്പാനുള്ളത്, തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്, തന്റെ ദാസന്മാരെ കാണിക്കേണ്ടത്, വേഗത്തിൽ സംഭവിക്കാനുള്ളത്, തനിക്ക് ശേഷം വരുന്ന തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ദൈവം അത് അവന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ദൈവം അവന് കൊടുത്തു. ആർക്ക്? അവിടെയാണ് നമ്മുടെ ചിന്താ വിഷയം. ദൈവം അത് അവന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അടുത്ത വാക്യം കൂടെ വായിക്കുമ്പോൾ അറിയാം ആർക്കാ കൊടുത്തത്. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അവൻ തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അപ്പോൾ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന പുസ്തകം നിസ്സാരമായിട്ടുണ്ടായതല്ല. ആരുടെയും മനോമുകുരത്തിൽ ഉണ്ടായ ഒരു പുതിയ ചിന്തയല്ല വെളിപ്പാട് പുസ്തകം. പിന്നെയോ യഹോവയായ ദൈവം തന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ ഏൽപ്പിക്കുകയോ യേശു ക്രിസ്തു തന്റെ ശിഷ്യനാകുന്ന യോഹന്നാനെ പ്രദർശിപ്പിക്കുകയും ചെയ്ത പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് അത്ര സുന്ദരമായ പുസ്തകമാണ്. യഹോവയായ ദൈവം തന്റെ പുത്രനാകുന്ന ക്രിസ്തുവിന് കൊടുത്തു. ക്രിസ്തു അത് തന്റെ ദാസനാകുന്ന യോഹന്നാന് കൊടുത്തു. ഹല്ലേലൂയ. ചില ആളുകളൊക്കെ പറയും, എനിക്ക് ആ വെളിപ്പാട് കിട്ടിയില്ലല്ലോ. കിട്ടാത്ത ആടെ കുറ്റം, അവിടെ കുറ്റമല്ലേ? നിന്റെ കുറ്റമാണ്. ദൈവം നിനക്ക് തരാൻ പറഞ്ഞു അല്ലേച്ചാ. ദൈവം നിനക്ക് അതിനെ കാണിക്കാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതിനൊക്കെ കിട്ടുന്നവനോട് വഴക്ക് പിടിച്ച് നടന്നൊക്കെ കാര്യമില്ല. ഹല്ലേലൂയ. കിട്ടുന്നവനോട് വഴക്ക് പിടിച്ച് നടന്നിട്ട് കാര്യമില്ലെന്ന്. ഹല്ലേലൂയ. നീ അത് വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കണം, നീ അത് പ്രാപിക്കുവാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തന്റെ പുത്രനാകുന്ന ക്രിസ്തുവിന് കൊടുക്കുകയും ക്രിസ്തു അത് യോഹന്നാന് വെളിപ്പെടുത്തുകയും ചെയ്തു. അതാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. പിന്നെ അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. യോഹന്നാൻ ഈ കണ്ടതെല്ലാം സാക്ഷീകരിക്കാൻ തീരുമാനിച്ചു. അവൻ കണ്ടതൊക്കെ സാക്ഷീകരിച്ചു. അതാണ് വിശുദ്ധ വേദ പുസ്തകത്തിലെ അവസാന പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. വായിക്കുന്ന കൊച്ചും വായിച്ചു കേട്ട ഞാനും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്ന ഒരു ഭാഗ്യം. നിങ്ങൾ ഉറപ്പിയിരുന്നത് നിങ്ങൾക്ക് ഒരു ചുക്കും കിട്ടുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പിയിരുന്നാൽ ഒന്നും കിട്ടുകയില്ല. ഹല്ലേലൂയ. മറിച്ച് വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവനും മാത്രം ഭാഗ്യവാന്മാരായിരിക്കും. ഇന്ന് രാത്രി ആ ഭാഗ്യപദവിയിൽ എത്തുവാൻ കഴിയണമെങ്കിൽ നീ വേദപുസ്തകം, വെളിപ്പാട് പുസ്തകം ശരിക്കും വായിക്കണം. അവന്റെ വെളിപ്പാടുകൾ ശരിക്കും കണ്ടേ മതിയാകുള്ളൂ. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ച മനോവാക്യം. ഈ പ്രവചനത്തിന്റെ
വാക്കുകളെ ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നു. എന്നെ ഭാഗ്യവാന്റെ പറഞ്ഞപ്പോ വായിച്ച് കേൾപ്പിക്കുന്നവന് ഭാഗ്യം. സ്തോത്രം, സ്തോത്രം. വിജിപ്പാസൊക്കെ അനുഗ്രഹപ്പെട്ട അങ്ങനെ എത്ര പേരെയാ പഠിപ്പിച്ചു വിട്ടതല്ലേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചട്ടപ്പോടിന്റെ മീറ്റിങ്ങിനൊക്കെ സ്ഥലത്തേക്ക് 150-200 പേര് എഴുന്നേറ്റിരിക്കും. എന്താ കാര്യം എന്നറിയാം? ഞാൻ പഠിപ്പിച്ചാണ് ഈ 150 പേര്. പ്രൈസ് ദി ലോർഡ്. യവൻ എന്നെ കണ്ട എഴുന്നേറ്റിരിക്കാതിരിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പഠിപ്പിക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇതാ. അതുകൊണ്ട് നമ്മുടെ സഭയിലൊക്കെ ബൈബിൾ ക്ലാസ് വെക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വിജിപ്പാസോട് വലിയ ക്ലാസ് ഒക്കെ വെച്ചോട്ടോ, നമുക്ക് ചെറുത് വെക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചെറുതൊക്കെ വെക്കാം. പ്രൈസ് ദി ലോർഡ്. എന്താ പക്ഷേ പ്രൈസ് ദി ലോർഡ്. അപ്പൊ വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും എല്ലാം ഭാഗ്യവാനാണ്. ദൈവമേ, എത്ര വലിയ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ എന്നാ പറയുന്നത്. വായിച്ചോ. സമയം അടുത്തിരിക്കുന്നു. യോഹന്നാൻ ആസിയിലെ സമയം അടുത്തിരിക്കുന്നു. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നവനും ഭാഗ്യവാൻ. എന്റെ സമയം അടുത്തിരിക്കുന്നു. ഇനി അധികം സമയം അവശേഷിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അമേരിക്കൻ പ്രസിഡന്റ് വട്ടുകാരാങ്ങി സംഗതിയെല്ലാം തീരും. പുള്ളിക്കിപ്പം തന്നെ വട്ടം. പ്രൈസ് ദി ലോർഡ്. ഒമാമയൊക്കെ വെച്ചോണ്ട് വല്ല കുഴപ്പമുണ്ടായിരുന്നു. പുള്ളികളൊക്കെ അല്ല അന്നതായിട്ട് രാജ്യത്തിൻ്റെ ഘടനയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ഈ പുള്ളി ഇപ്പം ചുമ്മാ യുദ്ധം ചെയ്യും. ഇപ്പം ഇറാഖിനോട് യുദ്ധം, ഇറാനോട് യുദ്ധം, ഇപ്പം വന്ന് കുവൈറ്റിനോട് യുദ്ധം ചെയ്യാനുള്ള പരിപാടി കണക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ അഭിപ്രായം നടത്തിക്കൊണ്ടെന്ന, കാരണം ഒറ്റയടിക്ക് തീരുമല്ലോ. അല്ല തീർന്നു കിട്ടും. ഇവനും തീരും, നമ്മളും തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ആർക്കൊണ്ട് പോകുന്നില്ല. എനിക്ക് ഇനിയൊരു വർഷത്തിൽ വരികയാണെങ്കിൽ 3-4 ലോകമായുധം പ്രസംഗിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നയാൾ വലിയ വീണ്ടും വിചാരമൊന്നും ഇല്ലാത്ത ആളാ. അതുകൊണ്ട് പുള്ളി എല്ലാവരും കയറി അടിക്കുക. മുസ്ലിമിട്ടടി, ഹല്ലേലൂയ. അതുപോലെ നോർവേക്കാർക്കിട്ടടി, അതുപോലെ തന്നെ റഷ്യക്കാർക്കിട്ടടി, എല്ലാവർക്കിട്ടും അടി കൊടുത്തുകൊണ്ടിരിക്കുക. അടിച്ചടിച്ച് ഒരു ദിവസം എവനും തീരും, എല്ലാം തീരും. ഹല്ലേലൂയ. സമയം അടുത്തില്ല. അതുകൊണ്ട് സമയം കൊണ്ട് മുട്ടി വരുന്നവള്, അടുത്തിരിക്കുന്നതേയുള്ളൂ, മുട്ടിക്കൊണ്ടിരിക്കുന്നവള്. ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഈ ലോകം തന്നെ കത്തിച്ചാമ്പലാകും. അതിന് സംശയിക്കേണ്ടതായില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്നില്ല അവിടെ. അർത്ഥവാക്യം വായിച്ചു. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾ. അല്ലല്ല, എന്നെ തൊട്ട് മേളത്തവനെ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും. ഇതാ ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞത്, എല്ലാരും ഭാഗ്യവാന്മാരാണെന്ന്. ഇതിൽ എഴുതി ഒന്നുകൂടെ വായിച്ചോ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ചിലർക്ക് മഴയും പിടിച്ചുമല്ലേ ഒരു പന്തലുമൊക്കെ ഇട്ടൊരു കിടിയ പരിപാടിയും കൂടെ നടക്കന്മാർ. ചിലർ ഇഷ്ടപ്പെടുകയല്ലേ ഒന്നും. ഇങ്ങനെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾ നോക്കണം. സ്തോത്രം. പക്ഷെ പേടിയുണ്ടോ? എനിക്കൊരു പേടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവനും ഭാഗ്യവാനാണ്. പിന്നെ ഞാൻ എന്താ പേടിക്കണം? ഒന്ന് വായിച്ചവനെ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വൈദ്യുതി നമ്മൾ ഭാഗ്യവാന്മാരാകുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രി നമ്മൾ ഇത് കേൾക്കുവാനാണ് വന്നുയർന്നിരിക്കുന്നത്. AC കൊട്ടകയൊന്നുമില്ലെങ്കിലും സംവിധാനങ്ങളൊന്നുമില്ലെങ്കിലും ഇതിനകത്തിരുന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് സ്നേഹിതരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. AC കൊട്ടക നൽകി 2-3 സ്ഥലത്താണ് ഞങ്ങൾ കൊട്ടാരം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ഒരു കൊട്ടക, ഇവിടെ ഒരു കൊട്ടക. എന്നാ ഭാഷ മനസ്സിലായില്ലേ? അതൊരു കൊട്ടക.
ഇതൊരെണ്ണം, രണ്ടെണ്ണമൊക്കെ, മൂന്നെണ്ണമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മഴയത്ത് 3 കൊട്ടക ഉണ്ടാക്കി യോഗം നടത്താൻ ആർക്കാ പറ്റുന്നത്? ഇവിടെയൊക്കെ ആർക്കും പറ്റും. മഴ കണ്ടപ്പോഴേ ഞാൻ മടിച്ച രാവിലെ 2 പ്രാവശ്യം പാസ്റ്റർ വിളിച്ചത്, വരണോ എന്ന് ചോദിച്ചു. പിന്നെ പോരാതെ വിജിപ്പാസ്റ്റർ വിളിച്ചു ചോദിച്ചു, വരണോ അല്ലേ. ഇപ്പം ഞങ്ങൾക്ക് പോരാതിരുന്നെങ്കിൽ എന്തൊരു കഷ്ടമായി പോയാലും. ഹല്ലേലൂയ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, വരുന്നതാണ് നല്ല ദൈവം പറഞ്ഞിട്ടാണ് ദൈവദാസൻ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത്. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ പദ്ധതിയാണ് ഈ പ്രോഗ്രാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ ആളുകൾ ഭാഗ്യവാന്മാരായി മാറുവാൻ പോകുകയാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ വാക്യം വായിച്ചങ്ങ് അവസാനിപ്പിക്കാം. ഈ പ്രവചനത്തിന്റെ വാക്കുകൾ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. 3 കൂട്ടം ഭാഗ്യവാന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. അടുത്ത ഭാഗം വായിച്ച്. സമയം അടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാ സമയം അടുത്തിരിക്കുക? ഇനി അധികം നാളൊന്നും കാണുകയില്ല. ഇനി ഇത് വായിച്ചു കേൾപ്പിക്കാനും വായിക്കാനും ഒന്നും അധികം നാളൊന്നും കാണുകയില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കേട്ടുകൊള്ളണം. ഇപ്പോൾ നിങ്ങൾ അതനുസരിച്ച് കൊള്ളണം. ഇപ്പോൾ നിങ്ങൾ ഇത് ചേർത്ത് പിടിച്ചു കൊള്ളണം. എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരായിരിക്കും. അടുത്തത് യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്. ആസ്യയിലെ 7 സഭയുടെ കാര്യം പറഞ്ഞു. എനിക്ക് സഭയെക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല, എടുക്കുന്നുമില്ല. കാരണം എൻ്റെ വിഷയത്തിലേക്ക് എനിക്ക് വേഗത്തിൽ എത്തണം. എത്താൻ വേണ്ടിയുള്ള പണികളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനുമായ. ഇതുപോലെ ഒരുത്തൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. ഇരിക്കുന്നവനും വരുന്നവനുമായി ഒരുവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ പള്ളിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്ന ദൈവം ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാണോ എന്നാണ് ഞാൻ മലയാളത്തിൽ ചോദിച്ചത്. ഹല്ലേലൂയ. പക്ഷെ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ഇനി വരുവാനിരിക്കുന്നവനും ആകുന്നു. അവനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ഒരുവനെ ആരാധിക്കുന്ന ഒരു പറ്റം ആളുകൾ, അവരാണ് ഇന്ന് രാത്രികാലം ദൈവത്തെ സ്തുതിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഡിമന സൈദ റിഗല ബലവ ചന്ദരാദിലാല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അടുത്ത വാക്യങ്ങൾ വായിച്ചു. അവന്റെ സിംഹാസനത്തിന് മുമ്പിൽ 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും. വിശ്വസ്ത സാക്ഷി. ഇവന് ക്വാളിഫിക്കേഷൻ ഉള്ളവനെ കേട്ടോ. ചുമ്മാ ഉളുന്ത് കിടക്കുന്നൊന്നുമല്ല. ഞങ്ങളുടെ നാട്ടിൽ പറയും ഉളുന്ത് കിടക്കാന്ന് പറയും. ഇവന് അറിയാനുള്ളവന്, വിവരമുള്ളവന്. ഇവൻ ആരാന്ന് വായിച്ചു എളുപ്പം വായിച്ചു. അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷി മരിച്ചവരിൽ ആദ്യജാതൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വേണേ നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാല സ്നേഹമുള്ളവരെ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ഒരാളേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിത്യതയിൽ ഉണ്ടായിരുന്നവൻ, ഈ ഭൂമിയിൽ സഞ്ചരിച്ചവൻ, ഇപ്പോൾ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവൻ, ഇനിയും യേശു വേഗത്തിൽ വരുമ്പോൾ അന്ന് നമുക്ക് അവനെ കാണാൻ കഴിയും. ഇരിക്കുന്നവനും ഇരുന്നവനോ വരുന്നവനുമായവനെ ഞങ്ങൾ കാണുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേ സ്നേഹമുള്ളവരെ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ അവങ്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും പിന്നെ മരിച്ചവരിൽ ആദ്യജാതനും. നോക്കണ, ഇവൻ വെറും ഉഴപ്പനൊന്നുമായിരുന്നില്ല. ഈ ദൈവം തമ്പുരാന്റെ പുത്രനാകുന്ന കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും ഉഴപ്പനായിരുന്നില്ല. അവൻ ആരായിരുന്നു? അവൻ വിശ്വസ്ത സാക്ഷി.
മരിച്ചവരിൽ ആദ്യജാതൻ ഭൂരാജാക്കന്മാർക്ക് അധിപതി ആയ യേശുക്രിസ്തുവിന്റെ മതി മോനെ മതി. ഇത്തരം കോൺഫിഡൻസുള്ള ഒരു യേശുക്രിസ്തുവിനെ എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയും ലോകമേ? ഹല്ലേലൂയ. ഇവനെ കണ്ടില്ലെന്ന് നടിച്ച് എങ്ങനെ പോകാൻ കഴിയും? സ്നേഹമുള്ളവരെ, എനിക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ട് എന്നുള്ളതുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതെ, അവൻ വിശ്വാസ സാക്ഷിയാകുന്നു. അവൻ മരിച്ചവരിൽ ആദ്യജാതനാകുന്നു. അവൻ ഇരിക്കുന്നവൻ ഇങ്ങുവനും വരുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. അവൻ വിശ്വാസ സാക്ഷിയായിരുന്നു. ഹല്ലേലൂയ. അടുത്ത ഭാഗം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വെടിവിച്ചു. ഇപ്പൊ ആരാ സ്നേഹിക്കുന്നത്? ഇപ്പൊ സ്നേഹമെന്ന് പറയാൻ സാധനമില്ല. ഉണ്ടോ മോനെ? ഇപ്പൊ സ്നേഹമൊന്നുമില്ല. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇപ്പൊ സ്നേഹമെന്ന് പറയാൻ സാധനമില്ല. എന്നാ പറഞ്ഞാലും അടിയ. നല്ലത് പറഞ്ഞു കൊടുത്താൽ ഇപ്പാണ്. ഇപ്പം തുഫാൻ വന്നതുകൊണ്ട് ചെറിയ ആശ്വാസവും അനുഗ്രഹമൊക്കെ ഉണ്ട്. തുഫാൻ ആരുടെയാ? അല്ല വിശ്വാസ നമ്മുടെ ചെന്നിത്തലച്ചല്ലേ അച്ഛൻ കൊണ്ടുവന്നിരിക്കുക. തുഫാൻ കൊടുങ്കാറ്റെന്നാ അതിൻ്റെ അർത്ഥം. കൊടുങ്കാറ്റ്. എൻ്റെ അഭിപ്രായത്തിൽ കൊടുങ്കാറ്റം കൊണ്ട് ആഞ്ഞു വീശട്ടെ. ഹല്ലേലൂയ. ഇവിടുത്തെ സകല ആളുകളും മറിഞ്ഞു വീഴട്ടെ. ഇവിടുത്തെ സകല കള്ളുകുടിയനും തീരട്ടെന്നാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. കള്ളാണ് കുഴപ്പമുണ്ടാക്കുന്നത്. ആളിനെ കൊല്ലുക, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആളിനെ കൊല്ലുക, മറ്റുള്ളവരെ കൊലപ്പെടുത്തുക, ഇല്ലാതാക്കുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തുഫാൻ വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നവർ ഒരിക്കലും ഇതിന്റെ പിന്നിലെ പോകില്ല. അവർ യേശുവിനെ കണ്ടുമുട്ടി അനുഗ്രഹത്തോടെ ജീവിക്കുന്നവരായിരിക്കും. ഒന്നുകൂടെ വായിച്ച മക്കളെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച വല്ലവന്റെ രക്തം കൊണ്ടല്ല. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. വല്ലവന്റെ രക്തം കൊണ്ടല്ല. ചോരച്ചാലുകൾ നീന്തിക്കയറിയ കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കുറ്റിപ്പാസക്ക് ഒരു വിഷം തോന്നിയിട്ടൊന്നും കാര്യമില്ല. ഉള്ള കാര്യമാണ്. ചോരച്ചാലുകൾ ചീന്തിക്കാൻ ആരുടെയാ? വല്ലവൻ്റെ. അവൻ്റെതൊന്നും ചീന്തുക ഒന്നുമില്ല. അവൻ്റെ മക്കളുടെതും ചീന്തുക. പിന്നെ ആരുടെ മോനെ ചീന്തുന്നേ? നീ അത് കൊള്ളുക. ചോരച്ചാൽ ചീന്തുന്നവനാണോ? ഒരു ചെറിയൊരു ഏതോ ഒരു പൊന്നുകളി കൊണ്ടുവന്നിരിക്കുന്നു. പൊന്ന് ചോരച്ചാൽ ചീന്തിക്കാറ്. ചോരച്ചാൽ നീന്തിയൊന്നും നീ കയറിയിട്ടില്ല. ഹല്ലേലൂയ. ചോരച്ചാലൊന്നും നിങ്ങൾ നീന്തിക്കറിയിട്ടില്ല. കാരണം അപ്പൻ്റെയോ അമ്മയുടെയോ മക്കളുടെയോ സ്നേഹിതരുടെയോ ഒന്നും ചോരച്ചാല് ചീന്തിയിട്ടില്ല. അത് നീന്തിക്കയറാൻ വല്ലവനം കൊന്നിട്ട് അവൻ്റെ ആ ചോരച്ചാലിനകത്ത് നീന്തിക്കറിയതല്ലാതെ നിന്റെ സ്വന്തം ചോര ചീന്തി നിനക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊന്നും വിളിക്കാനതിനി. ഹല്ലേലൂയ. അത് വിളിച്ചു വരുന്ന സമയം കളയാനുള്ളതല്ല ഈ നാടെന്ന് പറയുന്നത്. സ്വത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ ശബ്ദം കേട്ടിറങ്ങിയ ദൈവത്തിന്റെ പൈതൽ ഇത്തരം ചിന്തകളും ചിന്താഗതികളും എന്നേക്കുമായി മാറ്റിവെച്ചിട്ട് യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്താൽ അവനെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി തീരും. വായിച്ചോനെ അടുത്ത് നോക്കാം. തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും. ഞാൻ സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞില്ല മോനെ. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഇല്ല. ആർക്കും സ്നേഹമില്ല. തമ്മിൽ സ്നേഹമില്ല. ഈ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ സ്നേഹമില്ലാത്ത ആള്. ഒന്ന് പറയാൻ രണ്ടാമത്തേന് അപ്പുറത്തേക്ക് നദി കൊണ്ട് എൻ്റെ പേര് ഞാൻ പറഞ്ഞു. നമ്മൾ നദി അങ്ങോട്ട് തള്ളി വിട്ടേക്ക്. എന്നാ സ്നേഹം, എന്നാ മനുഷ്യന്മാരാ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് അടി, വെട്ട, കുത്ത, ഇടി, തൊഴി, അടുത്തവനെ തല്ലിക്കൊന്ന് തോട്ടിലെറിയുക. ഇതല്ല സ്നേഹമെന്ന് പറയുന്നത്.
ഇതല്ല മാനുഷിക ബന്ധമെന്ന് പറയുന്നത്. മാനുഷിക ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം. ചോരച്ചാലുകൾ നീന്തിക്കയറുക മാത്രം ചെയ്താൽ പോരാ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കൂടി നമ്മൾ പഠിക്കണം, പഠിപ്പിക്കണം. അങ്ങനെ പഠിക്കുന്ന വ്യത്യശാസ്ത്രത്തിൽ മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ എന്നത് യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, അടുത്ത വാക്യമാണ്. രണ്ട് ഇവരെല്ലാം പേടിച്ചുകൊണ്ട് ഈ അടുത്ത ഭാഗത്തേക്ക് വിട്ടേക്കാം. തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഒന്ന് വിശദീകരിക്കുന്നില്ല, സമയം പോയി. അടുത്ത വാക്യം വായിച്ചു. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവനും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. അടുത്ത വാക്യം പറഞ്ഞു, വായിച്ചു. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്നിരുന്നവനും ഞാൻ ആദ്യനും അന്ത്യനുമായിരുന്നു പറയുക. അടുത്തത് ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇരുന്നവൻ വരുന്നവൻ, ഇങ്ങനെ ഒരാള് ഒരു ദൈവമേ ലോകത്ത് വന്നിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തുവ. ആ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്ന് നമ്മുടെ കർത്താവാകുന്ന ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനോ അവൻ സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ വലതു ഭാഗത്തിരുന്നവനായിരുന്നു. അവൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്നവനായിരുന്നു. അവൻ ഇപ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്നു. ഏറെ താമസിയാതെ വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി ആകാശമേഘങ്ങളെ താണ്ടി മധ്യാകാശത്തെത്തുന്നവനാകുന്നു. അവനാണ് നമ്മൾ ആരാധിക്കുന്നത്, നമ്മുടെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു. അടുത്ത വാക്യം. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ശ്രദ്ധിക്കേ, ഇപ്പോൾ ഈ യോഹന്നാനെ പിടിച്ച് പത്മോസ് ദ്വീപിലാക്കി. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവനെ പിടിച്ച് പത്മോസ് ദ്വീപിലാക്കി. അവിടെ അവൻ എന്ത് ചെയ്യുക? വായിച്ചു. പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ അവൻ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. എഫെസോസ്, സ്മുർണ, പെർഗമോസ്. മതി. അത് പിന്നെ ഒരു 7 സഭകളുടെ പേരാ. അത് പറയേണ്ട കാര്യമുണ്ട്, സമയത്തിന്റെ പരിമിതിയുണ്ട്. സ്നേഹമുള്ളവര്, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അവൻ പത്മോസ് ദ്വീപിലായിരുന്നു. ഹല്ലേലൂയ. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, അവൻ ആരാധിച്ചുകൊണ്ടിരുന്നു, അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. സ്നേഹമുള്ള ദൈവദാസന്മാരെ, ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവിടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, അവിടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആത്മവിവശതയിലായി. പ്രതിസന്ധികളിൽ ആത്മവിവശനായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രതിസന്ധി വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, വേദന വരുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾ, അവർ ദൈവത്തെ ആരാധിക്കുവാനിടയായി. അവൻ ദൈവത്തെ ആരാധിക്കണേ. ഒന്നുകൂടെ വായിച്ച മനെ വാക്യം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ നിർത്തമേ. എന്താണ് ഇവൻ ഇപ്പോൾ ഈ പത്മോസ് ദ്വീപിൽ വരാനൊരു കാരണം കൂടെ ഉണ്ട്. അതൊക്കെ പറയാൻ പോയ സമയമില്ല. അവനെ പിടിച്ച് പത്മോസ് ദ്വീപിൽ കൊണ്ടുവരാനുള്ള കാരണം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടേക്ക് ഇപ്പോൾ പോകാൻ സമയം എടുക്കുന്നില്ല, അല്പം സമയമെടുത്ത് പോകും, അതുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ അവൻ അവിടെ ആത്മവിവശനായി ദൈവത്തെ ആരാധിച്ചു. പത്മോസിന്റെ ഏകാന്തതയിൽ ആരോരും ആശ്രയമില്ലാതിരിക്കുമ്പോൾ, എല്ലാവരും കൈവിട്ട് കളഞ്ഞപ്പോൾ, ആരുമില്ലാതിരിക്കുമ്പോൾ, ഈജിയൻ കടലിടുക്കിലുള്ള ആ സ്ഥലത്ത് അവൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാളികളായ ആളുകളുണ്ട്, പോരാട്ടം സഹിച്ച ആളുകളുണ്ട്. അവരിൽ ബെർണാഡ് ഷാ മാത്രമേ ലോകത്ത് തിരിച്ചു വന്നിട്ടുള്ളൂ. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് നാട് കടത്തിയിട്ട് തിരിച്ചു വന്ന ഒരാൾ മാത്രമേ ഉള്ളൂ.
അത് ബെർണാക്ഷ മാത്രമായിരുന്നു. അങ്ങനെ നിങ്ങൾ ആകുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ യോഹന്നാൻ മാത്രമേ അവിടെ ചെന്നിട്ട് തിരിച്ചു വന്നിട്ടുള്ളൂ. എവിടെ? പത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ടിട്ട് തിരിച്ചു വന്ന ഒരാളെയുള്ളൂ. അത് ഞാനും നിങ്ങളുമൊക്കെ അറിയുന്ന വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യോഹന്നാൻ മാത്രമാകുന്നു ഇവിടേക്ക് തിരിച്ചു വന്നത്. ഇന്ന് രാത്രി എന്റെ വാക്കുകൾ കേൾക്കാൻ സുഖമുള്ളവരെ, നിനക്ക് തിരിച്ചു വരുവാൻ, നിനക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, നിനക്ക് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, അങ്ങനെയെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആലോചിക്കുക, പത്മോസ് ദ്വീപിൽ ഏകനായി അവൻ ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോഴും ആരാധന. നമ്മളാണെങ്കിൽ ഒരു ദിവസം സഭായോഗത്തിന് പോകാൻ എന്താണ് മാർഗമെന്ന് കണ്ടുപിടിക്കാൻ നോക്കും. അല്ലേ മോനെ? എല്ലാവർക്കും പോകുമോ? ഉണ്ടോ? ഫസ്റ്റ് പുള്ളിയോടാ ചോദിച്ചത്. പണക്കമുണ്ടോ? അപ്പോൾ പിണങ്ങിയല്ല, ഞാനിപ്പോൾ അതിലേക്ക് വേണ്ടത് ഊരിക്കും. ചോദ്യം പിന്നെ ഇവിടെ കിടക്കും. സ്വതന്ത്രം പറഞ്ഞേ, എല്ലാ ദിവസവും ആരാധനയ്ക്ക് പോകണം. എല്ലാ കർത്തവ്യത്തിലും ആത്മവശനായി ദൈവത്തെ ആരാധിക്കണം. അവനെ കൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത്, അല്ലാത്തവനെ ദൈവത്തിന് വേണ്ട. ഹല്ലേലൂയ. കർത്തൃദിവസത്തിൽ അവൻ ആത്മവശനായി. യോഹന്നാൻ എല്ലാ കർത്തൃദിവസത്തിലും ആത്മാവിൽ ആരാധിക്കുന്നവനായിരുന്നു. അവൻ അവിടെ അന്ന് ആരാധനയ്ക്ക് ആയിരിക്കെ ആരും കൂട്ടില്ല കേട്ടോ. അമ്മച്ചിയില്ല, അപ്പച്ചനുമില്ല, സ്നേഹിതരും സഹോദരങ്ങളുമില്ല, ആരുമില്ല. ഒരു മനുഷ്യനില്ലാതെ ആത്മാവിൽ ആരാധിക്കും. ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ അല്ലേ? അല്ലേ അമ്മച്ചി? എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിൽ, അമ്മച്ചിയൊക്കെ ഉണ്ടെങ്കിൽ ഞാനും ആരാധനയ്ക്ക് വരാം. അല്ലേ? ഇവിടെ അങ്ങനല്ല. കർത്തൃ ദിവസത്തിൽ ഇവിടെ ആരുമില്ല. ഒരു മനുഷ്യൻ പത്മോസ് ദ്വീപിലില്ല. ഈ ജൻകടലിലേക്ക് പത്മോസ് ദ്വീപിൽ കാട്ടുമൃഗങ്ങളും കാട്ടാരകളും കൊണ്ട് നിറഞ്ഞ സ്ഥലത്ത്, ആ കാടുകൾക്കിടയിലുള്ള ആ വനാന്തരത്തിൽ ഇവൻ ഏകനായിരിക്കുമ്പോൾ, കർത്തൃദിവസം വന്നപ്പോൾ ദൈവത്തിന്റെ ദാസനാകുന്ന യോഹന്നാൻ ആത്മാവിൽ ആരാധിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാകുന്നു? അവൻ കർത്തൃദിവസത്തിൽ ആത്മാവിൽ ആരാധിച്ചു. അവൻ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, അവൻ യോഹന്നാൻ ദൈവത്തെ ആരാധിച്ചത് എല്ലാ അനുകൂല സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യം വരുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവരാകുന്നു ദൈവത്തിന്റെ പൈതൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ലല്ലേ? മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രതിസന്ധികൾക്ക് നടുവിൽ ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുമെന്ന് ഒരു പുതിയ തീരുമാനമെടുക്കുക. നിന്നെ, നിന്റെ കുടുംബത്തെ ഇന്നു മുതൽ അനുഗ്രഹിക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നീ വ്യക്തിപരമായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കർത്തൃ ദിവസത്തിൽ നീ ആത്മവിവശനായി ദൈവത്തെ ആരാധിക്കണം. ആത്മാവിൽ ആരാധിക്കണമെന്നാ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കണം. ദിവസേ സഭയിലും കൊണ്ട് ആത്മാവിൽ ആരാധിക്കാൻ പറയണം എല്ലാവരും. ആരും മൗനമായിരിക്കാൻ പാടില്ല, ആരും ശാന്തരായി വന്നിരിക്കാൻ പാടില്ല, ആരും ചുമ്മാതിരിക്കാൻ പാടില്ല. എല്ലാവരും ആത്മാവിൽ ആരാധിക്കണം. എല്ലാവരും ആത്മാവിൽ ആരാധിക്കുമ്പോ നമ്മുടെ കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്റെ കർത്താവ് പ്രത്യക്ഷപ്പെടുവാൻ നമുക്ക് ദൈവത്തെ ആത്മാവിന് സത്യത്തിലും ആരാധിക്കാം. ഹല്ലേലൂയ. പത്മോസ് ദ്വീപിൽ ദൈവത്തിന്റെ ദാസനാകുന്ന യോഹന്നാൻ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത കാഴ്ച കാണുകയും മുൻപായിച്ചേ. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക. ഈ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ നീ ഇത് അയക്കുക എന്ന് പറഞ്ഞു. എല്ലാ ആത്മാവിലായിട്ട് വീട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കാൻ. കള്ളയാത്മാവാ നിന്റെ കൂടെ ഉള്ളതെങ്കിൽ അതൊരൊറ്റ നോക്കാൻ അംഗീകരിക്കുകയില്ല. സ്വന്തം പറഞ്ഞാൽ പറ്റാ. ആത്മാവ് കറക്റ്റ് ആണെങ്കിൽ ഏത് സഭകളും അത് അംഗീകരിക്കും. ഹല്ലേലൂയ. കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവശനായി ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം അവന് ദൂത് കൊടുത്തു. ഇന്ന് രാത്രി സ്നേഹമുള്ളവരെ, എന്റെ കർത്താവ് നിനക്ക് ദൂത് തരാൻ പോകുക. ഏറ്റെടുക്കുവാൻ എത്രയധികം തയ്യാറാകോ?
ചുടാരബബ ഷൈദാരിഗലബബ ഓ റിഗഗലബ ഷൈദാരിഗബ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എൻ്റെ കർത്താവ് നിനക്ക് പ്രത്യക്ഷമാകുന്നു. അവൻ നിനക്ക് ദൂത് വരാൻ പോകുന്നു. 7 സഭകൾക്ക് കൊടുക്കുവാനുള്ള ദൂത് നിന്റെ കയ്യിൽ എൻ്റെ ദൈവം ഏൽപ്പിക്കാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ ആ 7 സഭകൾക്കും ദൂത് കൊടുത്തു. നമ്മൾ കൊടുക്കും ദൂത് ഒറ്റ കുഞ്ഞിനും കൈമാറാൻ പറ്റുകയില്ല. നമ്മൾ കൊടുക്കും ദൂത് ആർക്കും കൊടുക്കാൻ പറ്റുകയില്ല. മോനെ എല്ലാം കളത്തരമായിരിക്കും. പക്ഷെ യോഹന്നാന്റെ ദൂതുണ്ടല്ലോ 7 സഭകൾക്കും അങ്ങോട്ട് കൊടുത്തു. അത് ലോകം മുഴുവൻ അറിഞ്ഞു. ഹല്ലേലൂയ. 20 നൂറ്റാണ്ട് തീരാറായിട്ടും അതിന്നും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്നും ലോകം അറിയുന്നു. അതിന്നും ലോകം പ്രദർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്നും ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു. അത് എന്റെ കർത്താവിന്റെ ദൂത് ഇന്ന് നിന്നിലൂടെ ലോകം അറിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചവൻ സമയത്തിന് വരും. കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. ഞാനിങ്ങനെ ആത്മാവിൽ വിവശനായി സഭകൾക്ക് ദൂതുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാദം എന്റെ പുറകിൽ കേട്ടു. വായിക്കാം. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാൺമാൻ തെറ്റി വായിക്കുന്നത്. തെറ്റി വായിക്കുന്നത്. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാൺമാൻ. ഒരു പിന്നെ തെറ്റി വായിക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ. അതാണ് ദൂത്. സംസാരിച്ച നാദം കേൾക്കാനായി എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ ദാസൻ പറയുന്നു, നിന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കേൾപ്പാനല്ല, അത് കാണുവാൻ. ഇന്ന് രാത്രി സകലവരെ നിന്നോട് സംസാരിച്ച ശബ്ദം എന്തെന്ന് കേൾക്കുവാനല്ല, കാണുവാൻ. അവൻ കാണുവാനുള്ളവനാകുന്നു. അവൻ കേൾക്കുവാൻ മാത്രമല്ല, കാണുവാനും കാണിക്കുവാനും കണ്ട് ഉണരുവാനും വേണ്ടിയുള്ള ദൈവത്തിന്റെ ദൂതാകുന്നു. ദൈവത്തിന്റെ ദാസനാകുന്ന യോഹന്നാൻ മുഖാന്തരമായി ഇവിടേക്ക് ലഭിക്കുവാൻ പോകുന്നത്. വായിച്ചോ മോനോ, ഇനിയും വായിച്ചോ. ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച്. എനിക്ക് നമ്മുടെ അനീഷ് കാവാലമാണ് പാട്ടൊക്കെ പാടാറിയാമല്ലോ. ഞാനും ബിഗ് പാസും എന്നാ പറയാൻ. ബിഗ് പാസും പാടുമായിരിക്കും അല്ലേ? ആ പുള്ളിയാരേതൊക്കെ പാടും. അപ്പം പ്രസംഗം കുറവാണെന്നേ ഉള്ളൂ. പ്രസംഗമൊന്നും കാണുക, പാട്ടും. വിഷമം തോന്നിയോ നിങ്ങൾക്ക്? വിഷമം തോന്നി. അടുത്ത പ്രാവശ്യം പുള്ളിവരും പറഞ്ഞു, പാസ് പി ജെ ചാക്കോ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. എൻ്റെ പ്രസംഗം കേട്ടാ പുള്ളി ആദ്യം സൂചിയുടെ വേലയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടത്. അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടത് എൻ്റെ പ്രസംഗം കേട്ടാ. ചോദിക്കണം പി ജെ ചാക്കോ അറിയുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പോട്ടെ, ഞാൻ പറഞ്ഞ അദ്ദേഹം നല്ല പാട്ടുകാരനാണ്. ഏത് രീതിയിലും ഏത് വിഷയത്തോടുള്ള ബന്ധത്തിൽ പാടുന്നയാളാ. ഞാനത് പറഞ്ഞു വെച്ചുകൊണ്ടല്ലത് മറച്ചു വെച്ചുകൊണ്ടല്ല പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെ ഈ ശബ്ദം എന്തെന്ന് കേൾക്കാൻ അവൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളിൽ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ഒരുവനെ ഞാൻ കണ്ടു. പിന്നെ അവന്റെ തലയും തലമുടിയും മനുഷ്യപുത്രനോട് സദൃശനായി ഒരുവനെ ഇതാ ഈ വിളക്കുകളുടെ നടുവിൽ കാണുന്നു. അത് 7 നിലവിളക്കുകൾ, 7 സഭയാകുന്നു. ഈ സഭയുടെ നടുവിൽ അദർശനായ ദൈവത്തിന്റെ സ്വരൂപം കാണുകയാകുന്നു.
Praise the Lord. ഇനി വായിച്ചോ, അടുത്തോട് വായിച്ചോ, സമയം പോകുന്നുണ്ട്. അവന്റെ തലയും തലമുടിയും അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെയും ഹിമത്തോളം വെണ്ണയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാല് ഉലയിൽ ചുട്ട് പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലം കയ്യിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വലം കയ്യിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറെ ഇരുവാൾ തലയുള്ള വാൾ പുറപ്പെട്ടു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ താഴെ വീണു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്കൊരു ഗമ തോന്നുന്നു, ഗുമ്മു വരുന്നില്ലല്ലോ. എന്താ പറ്റിയത്? ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക, അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ ആയിരുന്നു. ഹല്ലേലൂയ. എങ്ങനെ മരിക്കാതിരിക്കുമല്ലേ? ഹല്ലേലൂയ. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ വായിക്കുവാനിടയായപ്പോൾ എൻ്റെ ചിന്തയിൽ വന്ന ഒരു കാര്യമുണ്ട്. ഈ യോഹന്നാൻ യേശുവിനെ കണ്ടു. ഒന്നുകൂടെ വായിച്ച പോലെ വായിക്കാം. എങ്ങനെയൊക്കെയായിരുന്നു യേശു? 7 പൊന്നുലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചിരിക്കുന്നു. 7 പൊന്നിൽ വിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു നിൽക്കുന്നു. എല്ലാം സ്വീകരിക്കണം എന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അടുത്തത് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെയും ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ പാദപീഠമാക്കുവോളം. ഈ നമ്മുടെ ശത്രുക്കളെ പാദപീഠമാക്കുന്നത് യേശുതമ്പുരാൻ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച കാലുകൾ കൊണ്ട് ചവിട്ടിയ. അത് പറയുമ്പോൾ ഞാനിവിടെ പൊങ്ങുകയുണ്ട്. ഹല്ലേലൂയ. അമ്മച്ചിയുടെ ശത്രുവിനെ ചവിട്ടിത്താക്കുവാനായി, ചവിട്ടി ഇല്ലാതാക്കുവാൻ വേണ്ടി അവൻ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച കാലുകളോടുകൂടെ നിന്റെ കുടുംബത്തേക്ക് വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ അവന്റെ കാലിൽ ഇട്ടിരിക്കുന്ന ആ വാക്യം ഒന്ന് വായിച്ചപ്പോൾ അവൻ കാലിൽ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. അവന്റെ കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശം. അവൻ ഇട്ടിരിക്കുന്ന ചെരുപ്പെന്ന് പറയുന്ന വെള്ളോട് കൊണ്ട് ഉണ്ടാക്കിയത്. അത് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച പോലെ അല്ല. വിശ്വാസിക്കുന്ന പോലും ആ 10-400-500 രൂപയാവും. ഞാൻ ഇട്ടിരിക്കുന്നത് 300 രൂപ. വെറും 300 രൂപയുടെ ചെരുപ്പിട്ടുണ്ടാണ് ഞാൻ നടക്കുന്നത്. എന്നാലും ഇവിടെ 400, 600, 700 കൊണ്ട് നടക്കുക. ആ കൊണ്ട് നടന്നു. എല്ലാം അടിപൊളിയാ, എല്ലാം അടിപൊളി. ഇപ്പൊ ഇവിടെ ഒരു മോശം ചെരുപ്പ് എനിക്കുള്ളത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതുകൊണ്ടൊന്നും പിശാചിനെ ചവിട്ടിയാലേക്കുകയില്ല. പിശാചിനെ ചവിട്ടിയാലേക്കണമെങ്കിൽ എന്താണെന്നറിയാമോ? ഒന്ന് വായിച്ച പോലെ നിർത്തി വായിച്ചേ. കാൽ ഉലയിൽ ചുട്ട് പഠിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും. നോക്കണം, വെള്ളോടുകൾ കൊണ്ട് ചെരുപ്പുണ്ടാക്കി കാല് വിട്ടിരിക്കുന്ന ഒരുത്തരെ ഈ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവല്ലാതെ മറ്റാരുമല്ല. നിങ്ങൾക്കൊരു ഗുമ്മ തോന്നിയില്ല. ഇത്ര സുന്ദരമായി ചെരുപ്പിട്ടുണ്ട് നിന്റെ അടുക്കൽ കയറി വന്നിട്ട് നിന്റെ ശത്രു ആരായാലും അവനെ ഞാൻ ചവിട്ടി മെതിക്കുമെന്ന് പറയുന്ന ഒരേ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് ഞാനും നിങ്ങളും ആരാധിക്കുന്നവരെ കർത്താവായ യേശുവല്ലാതെ മറ്റാരുമില്ല. ഇന്ന് രാത്രി സ്നേഹമുള്ളവരെ, അതെ, അവൻ
പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രികാല മഹത്വം എടുക്കട്ടെ. അടുത്ത ഭാഗം വായിച്ചവനെ. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. ഇങ്ങനെ വെക്കുമ്പോഴൊന്നുമല്ല. നമ്മൾ എത്ര വെച്ച ഉണ്ടാക്കുന്നത് ഹല്ലേലൂയ. ഒരു പുരുവാരി പെറിഞ്ഞ ഒരു ശബ്ദവും ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുന്നത്. നമുക്കാണ് ഒറ്റയ്ക്ക് നോച്ചിട്ട് നോക്കാം. ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളെല്ലാവരും അനുഭവമുള്ളവൻ ദൈവത്തെ സ്തുതിക്കും. അവൻ്റെ ശബ്ദം പുറത്തോട്ട് വരും. അവൻ്റെ ശബ്ദം ലോകമറിയും. അവൻ്റെ ശബ്ദം ജനമറിയും. ഇന്ന് രാത്രികാല സ്നേഹമുള്ളവരെ ജനമറിയുന്ന ശബ്ദമായി നിൽക്കണം നിന്റേത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജനമറിയട്ടെ, നിന്റെ ശബ്ദം ലോകമറിയട്ടെ. ചുടാരമന സൈദാരിജലബ ഉടാരബബ സൈദാരിജലലല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിടുതൽ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിടുതൽ. അടുത്ത വാക്യം വെച്ചവനെ. അവന്റെ വലം കയ്യിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുവായ തലയുള്ള വാൾ പുറപ്പെടുന്നു. അവിടെ ഒന്നും നിർത്തുന്നില്ല. അടുത്ത വാക്യം. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് അവന്റെ മുഖം ശക്തിയോടെ പ്രകാശിക്കും. ഇവിടുത്തെ മുഖമൊക്കെ എന്നാ ആത്മാവാണേലും മിടിഞ്ഞു. ആത്മാവ് എന്തായാലും നമ്മുടെ മുഖം വിളിഞ്ഞിരിക്കും. അവന്റെ മുഖം നല്ല ശക്തിയോടെ തെളിഞ്ഞുകൊണ്ടിരിക്കും. പോട്ട സമയമില്ലാത്തതുകൊണ്ട് അത് നിൽക്കുന്ന ഇടതുവാക്കി വായിച്ചു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഞാൻ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഇന്ന് രാത്രി സ്നേഹമുള്ളവരെ, അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ ഈ യോഹന്നാൻ അവന്റെ കാൽക്കൽ വീണു. ഉടനെ വായിച്ചവന് അവന്റെ വലം കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു. എന്നാലിതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാനേ, ഞാൻ ഒരിക്കൽ മരിച്ചവനായിരുന്നു, എന്നാൽ ഇന്നിപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നു. ഈ പന്തലിൽ അവൻ എത്തിയിരിക്കുന്നു. ഈ സ്റ്റേജിൽ അവൻ എത്തിയിരിക്കുന്നു. ഈ ഗ്രൗണ്ടിൽ അവൻ എത്തിയിരിക്കുന്നു. അതെ, അവൻ ഇന്ന് രാത്രികാല നിര്യാണിക്കലേക്ക് വരികയാകുന്നു. അവൻ നിന്റെ അടുക്കലേക്ക് വന്നിട്ട് വായിച്ചു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. എന്റെ പൊന്നു യോഹന്നാനെ, നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ മരിച്ചവനെ പോലെ വീണ് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. സ്തോത്രം. ആ താക്കോൽ ഇങ്ങോട്ട് തന്നെ ഉണ്ടോ? കൈ താക്കോൽ. പ്രൈസ് ദി ലോർഡ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക സ്നേഹമുള്ളവരെ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നീ മരിച്ചവനെ പോലെ വീണ് കിടക്കുന്നുവെങ്കിൽ, നീ രോഗിയായി ഇന്ന് രാത്രികാലം ഇവിടെ കിടക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രികാലം നീ രോഗിയായി നിന്റെ ഭവനത്തെ വിശ്രമിക്കുന്നുവെങ്കിൽ, നിന്റെ ജീവിതം പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് നീ ജീവിക്കുന്നുവെങ്കിൽ, നീ ഭയപ്പെടേണ്ട. നീ മരിക്കുകയില്ല. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യോഹന്നാനെ എന്റെ കയ്യിലുണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. മരണത്തിന്റെ താക്കോൽ കയ്യിലുള്ളവേ, പാതാളത്തിന്റെ താക്കോൽ കയ്യിലുള്ളവേ, രോഗത്തിന്റെ താക്കോൽ കയ്യിലുള്ളവേ, നിന്റെ ആയുസിന്റെ താക്കോൽ
ഹല്ലേലൂയ. ഈ പന്തലിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും അടുക്കലേക്ക് അവൻ വരിക. ആ മുകളിൽ ഇരിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് എന്റെ യേശു വരിക. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ നിന്റെ അടുക്കലേക്ക് വരിക. ഇന്ന് രാത്രികാല സ്നേഹമുള്ളവരെ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുവാൻ പോകുക. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ നിന്റെ അടുക്കലേക്ക് വരിക. ചുടാരമാന ശീഖാരമാന ഉടരകാരമ ചീദരകാലവ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരണത്തിന്റെ താക്കോൽ നിന്റെ കയ്യിലുള്ളവൻ, മരണത്തിന്റെ താക്കോൽ കൈവശമുള്ളവൻ നിന്റെ അടുക്കലേക്ക് വരിക. ഇന്ന് രാത്രി നീ എത്ര കടുത്ത രോഗിയാണെങ്കിലും, നീ എത്ര കടുത്ത ബന്ധനത്തിൽ അടിമയാണെങ്കിലും, നീ ഇന്ന് രാത്രികൾ ഏത് വിഷയത്തിന്റെ അടിമയാണെങ്കിലും, അത് പോക്കുവാൻ കഴിയുന്ന താക്കോൽ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ പിശാചി കെട്ടിയിരിക്കുന്ന കെട്ടുകൾ കൊണ്ട് പൊട്ടിച്ചെറിയുവാൻ, ആ ബന്ധനങ്ങളെ അറുത്തു മാറ്റുവാൻ, ആ ചിന്തകളെ തകർത്തെറിയുവാൻ, അവൻ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ പൊട്ടിച്ചെറിയുവാൻ, അവൻ പൂട്ടിയിരിക്കുന്ന താടിൽ പറിച്ചു കളയുവാൻ, ആ താട് തുറക്കുവാൻ കഴിയുന്ന താക്കോൽ എന്റെ കയ്യിലുണ്ട്. ചൂടാനബ ശൈദി റിഗാനബബ അബ്ദേറബ ശൈദി റിഗാനഗ ഓടിമാനബ ഷദാനബ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ. സ്നേഹിതരെ, ഇന്നേക്ക് 5 വർഷം മുൻപ് ഒരു ദിവസം ഞാൻ വളരെ വേഗത്തിൽ ബ്ലഡ് കമ്മിറ്റ് ചെയ്ത് വീണുപോയി. എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല. ഞാനും എൻ്റെ വൈഫ് മരിച്ചുപോയതാണ്. നിങ്ങൾക്ക് വിശ്വസിക്കുക അറിയാം. ഞാൻ എൻ്റെ മൂത്ത സഹോദരി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവളെ വിളിച്ചു പറഞ്ഞു. അവൾ ഈ ഞാൻ ശ്രദ്ധിക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് കയറി വന്നു. കയറി നോക്കിയപ്പോൾ ബാത്റൂം മുഴുവൻ ബ്ലഡ്, ഞാൻ കിടക്കുന്ന റൂം നിറച്ച് ബ്ലഡ്. അവൾ അലറിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു. എൻ്റെ മരുമൻ എന്നെ കൂടെ വന്നിട്ടുണ്ട്. അവനെ വിളിച്ചു, മോളെ വിളിച്ചു. വളരെ വേഗത്തിൽ അവരെല്ലാം ഓടിക്കൂടി, നാട്ടുകാരെല്ലാം ഓടിക്കൂടി എന്നെ എടുത്തുകൊണ്ട് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ അവർ ഇവിടെ ഇത് എടുക്കാൻ പറ്റില്ല, കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. എന്നെ എൻ്റെ മകനും മക്കളെല്ലാവരും കൂടെ ചേർന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ഞാൻ 16 ദിവസം കിടക്കുവാനിടയായി. ഡോക്ടറിനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്കുള്ള കരളിൻ്റെ 10% ഇപ്പോഴുള്ളൂ. 10% കരളുണ്ട്. ബാക്കി തീർന്നു. എന്നോട് ചോദിച്ച് കള്ള് കുടിക്കുമോ? ഞാനാണ് ജനിച്ചിട്ട് ഇതുവരെ കള്ളെന്ന് പറയുന്ന സാധനം തൊട്ടിട്ടില്ല. എൻ്റെ അപ്പൻ നല്ലൊരു വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് കള്ള് കുടിക്കാനോ ബീഡി വലിക്കാനോ ഒന്നും അനുവദിക്കുമായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ആയുർവേദ മരുന്ന് കഴിക്കും. അത് എനിക്ക് ഗ്യാസ് ട്രബിൾ ഉള്ളതുകൊണ്ട് ഞാനതങ്ങനെ നിരന്തരമായി കഴിക്കുമായിരുന്നു. ആ കഴിച്ച മരുന്നെല്ലാം കൂടെ നിങ്ങളുടെ കരള് തിന്ന് തീർത്തു. 10% കരളുമായിട്ടാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിലായി. ദിവസങ്ങൾ അവിടെ കിടന്നു. അവിടെ നിന്ന് പുറത്തു വന്നു. എനിക്ക് ഡോക്ടർമാർ വിധി കൽപ്പിച്ചു, ഇന്ന ആഹാരങ്ങളെ കഴിക്കാവൂ, ഇന്ന കാര്യങ്ങളെ ചെയ്യാവൂ, ഇനി നിങ്ങൾ പ്രസംഗിക്കാൻ പോകണ്ട. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ 5 വർഷം പ്രസംഗം നിർത്തിവെച്ചത്. ഞാൻ പറഞ്ഞല്ലോ, 5 വർഷത്തിന് ശേഷം ആദ്യം പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കാൻ ഭാഗ്യം കിട്ടിയത് നിങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. 5 വർഷത്തിന് ശേഷം ആദ്യമായി പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കാൻ ഭാഗ്യം കിട്ടിയത് നിങ്ങളാണ്. എന്നോട് അനിൽ പാസ്റ്ററും നമ്മുടെ ജിപ്പാസും വിളിച്ചു പറഞ്ഞപ്പോൾ വരാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അതിനുശേഷമായി ഞാൻ എൻ്റെ സഭയിൽ ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വിശ്വാസികളായ വൈഫ് മരിച്ചുപോയതാണ്. എനിക്ക് പിന്നെ പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞ് പാസ്റ്റർ ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളാം
എൻ്റെ സഹോദരന്മാർ പറഞ്ഞു, പ്രസംഗിച്ചു കൊള്ളുക, ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളാം. ഇന്നലെ രാത്രിയും സഹോദരിമാർ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എപ്പോഴാണ് പോകുന്നത്, ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളാം. ഞാനൊരു കാര്യം പറയാം, ഞാനിപ്പോഴീ പ്രസംഗിക്കുമ്പോൾ എൻ്റെ സഭയിലെ വിശ്വാസികളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എൻ്റെ പിന്നിലുണ്ട്. 10% കല്ലുമായി യാത്ര ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസം, ഈ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയിൽ എനിക്ക് അസുഖം, വളരെ ക്ഷീണമുണ്ടായി. അസുഖം ഉണ്ടാവില്ല, ക്ഷീണം. ഉടനെ ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ആഹാരത്തിൻ്റെ പ്രശ്നം, ഗ്യാസ് ട്രബിളാ, കുഴപ്പമൊന്നുമില്ല, കരൾ സ്വധാനത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പാസ്റ്റർ കരൾ സ്വസ്ഥാനത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ സ്നേഹമുള്ളവർ, ഇവൻ എത്ര വലിയവനായ ദൈവമാണ്. ഇവന് വേണ്ടി ഞാൻ പ്രസംഗിക്കാതെ എന്നാൽ എന്തായിരിക്കും ഗതിയെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാത്രികാലം എൻ്റെ വാക്ക് കേൾക്കുന്നവരെ, ഞാൻ ഇത്രയും ഒച്ചയ്ക്ക് പറയുന്നത് 5 വർഷങ്ങൾക്ക് ശേഷമാണ്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും സൗണ്ട് എടുത്ത് സംസാരിക്കുന്നത്. സ്നേഹമുള്ളവർ, ഡോക്ടറിനോട് പറഞ്ഞു, ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ പറഞ്ഞു, പാസ്റ്റർ ധൈര്യമായി പോയി പ്രസംഗിച്ചു, ദൈവം നിങ്ങളുടെ കരള് തിരിച്ചു തന്നിരിക്കുക. എൻ്റെ കരളിനെ ഇല്ലാതാക്കിയ ആ പിശാചിനെ ദൈവം അങ്ങ് മാറ്റി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പറഞ്ഞു, നീ ധൈര്യമായി പോയിക്കൊള്ളുക, നിന്നെ നിർത്തുവാൻ വിടുവാൻ, നിന്നെ നിർത്തുവാൻ വിടുവാൻ, വിലക്കുവാനല്ല, വിടുവാൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പോവുക, ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന് പറയുവാനിടയായി. ഇന്ന് രാത്രികാലം എൻ്റെ വാക്കുകൾക്ക് സ്നേഹമുള്ളവരെ, ഇതാണ് ഞാൻ പറഞ്ഞത്. സ്നേഹമുള്ളവരെ, ദൈവമാണ് വലിയവൻ. ദൈവം എൻ്റെ അസുഖത്തിൽ തന്നെ വിടുവിച്ചു, എൻ്റെ രോഗത്തിൽ തന്നെ വിടുവിച്ചു, എൻ്റെ ശാപത്തിൽ തന്നെ വിടുവിച്ചു. എൻ്റെ 10% കരൾ പൂർണ്ണമാക്കി തന്ന എൻ്റെ കർത്താവിന് ഞാൻ നന്ദി പറയാതിരിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രികാലം ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കുമോ? Praise the Lord. Hallelujah. 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 അതെ, ഇവൻ എത്ര വലിയവനായ ദൈവമാകുന്നു. ഞാൻ ഇനി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എൻ്റെ ചിന്തകൾക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ ചിന്തകളെ ഇവിടെ അവസാനിപ്പിക്കുക. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ നിന്റെ അടുക്കൽ വന്ന് നിൽപ്പുണ്ട്. പ്രിയ മാതാവേ, പ്രിയ സഹോദര, നിന്റെ അടുക്കൽ എൻ്റെ കർത്താവ് വന്ന് നിൽക്കുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നു. അങ്ങകലെ ഇരിക്കുന്ന മാതാവേ, ഈ പന്തലിൽ ഇരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ അടുക്കൽ എൻ്റെ കർത്താവ് വന്ന് നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ മാനുഷിക കണ്ണുകൾ കൊണ്ടല്ല, എൻ്റെ ആത്മീക കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ കർത്താവ് വന്ന് ചേർന്നിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. നിന്നെ രോഗിയാക്കി തീർക്കുവാൻ, നിന്നെ ഇല്ലാതാക്കി തീർക്കുവാൻ, നിന്നെ തകർത്ത് കളയാൻ ശ്രമിച്ച പിശാചിനെ തകർക്കുവാൻ, അവൻ ഉണ്ടാക്കി വെച്ച ഇരുമ്പോടാമ്പലുകളുടെ വാതിലുകൾ തുറക്കുവാൻ, അവൻ ഉണ്ടാക്കി വെച്ച രോഗത്തിന്റെ വാതിൽ തുറക്കുവാൻ കഴിയുന്ന, ആ താഴുകൾ പൊട്ടിച്ചറിയാൻ കഴിയുന്ന താക്കോലുമായി എന്റെ കർത്താവ് നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഇന്ന് രാത്രികാലം ആ താക്കോൽ കയ്യിലുള്ളവൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവൻ നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാ, അവൻ നിന്നെ വിടുവിക്കാൻ പോകുകയാ, അവൻ നിന്നെ രക്ഷിക്കാൻ പോകുകയാ. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ എന്നേക്കുമായി ഇല്ലാതാക്കിയിട്ട്, ഹല്ലേലൂയ, അതിനൊരു വേലി കെട്ടിയിട്ട്, അതിനൊരു താക്കോലിട്ടിട്ട്, അതിനൊരു താഴമിട്ട് മുദ്ര വച്ചിരിക്കുന്ന ആ താക്കോല് പൊട്ടിക്കാൻ കഴിയുന്ന എന്റെ യേശു നിന്റെ അടുക്കലേക്ക് വന്ന് നിൽക്കുന്നു. ഇന്ന് രാത്രികാലം സ്നേഹമുള്ളവരെ, അവൻ നിങ്ങളെ തൊടുകയാകുന്നു, അവൻ നിന്റെ അടുക്കലേക്ക് വരികയാകുന്നു, അവൻ നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നു. അവൻ നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തുലച്ചു കളയുവാൻ വേണ്ടി, ഇല്ലാതാക്കുവാൻ വേണ്ടി ശത്രുവായവൻ നിന്റെ അടുക്കളയച്ച ആ പിശാചുണ്ടാക്കിയ താഴുണ്ടല്ലോ, അത് ഇന്ന് രാത്രികാലം എന്റെ യേശു പൊളിക്കുകയാകുന്നു. ആ താഴിന്റെ കർത്താവ് പൊളിക്കുകയാകുന്നു. ആ താഴിന്റെ കർത്താവിന്റെ രാത്രികാലം തകർക്കുകയാകുന്നു.
സൈദരിഗല ബബ ശബ്ദര ബബ കൂടര ബബ സൈദരിഗല ബബ. ഹല്ലേലൂയ. ദൈവദാസന്മാരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രികാലം നമുക്ക് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതെ, നമ്മുടെ കർത്താവ് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു. അവൻ ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നു. അവൻ ചില ആളുകളെ തൊടുകയാകുന്നു. അവൻ ചില ആളുകളെ ഇന്ന് രാത്രികാലം തൊടുകയാകുന്നു. നിന്റെ മക്കളുടെ മേൽ കൂട്ടിവെച്ച ആ താഴെ, നിന്റെ ഭാര്യയുടെ മേൽ കൂട്ടിവെച്ച താരിനെ ഇന്ന് രാത്രികാലം എന്റെ കർത്താവ് പൊളിക്കാൻ പോകുകയാണ്. ഓ സൈദരിഗലബ ഉടറബബ കബ്ദരിഗല സൈദരിഗലബ ഉടര രഗത്താല നംസേ വീര ലൗഡല. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രികാലം ചില താരികൾ പൊളിക്കാൻ പോകുക. അവൻ ചില താരികൾ ഇന്ന് രാത്രികാലം തകർക്കാൻ പോകുക. അവൻ ഇന്ന് രാത്രികാലം ചില താരികളെ പൊറിച്ചെറിഞ്ഞിട്ട് ചിലതിനെ ഇന്ന് രാത്രികാലം സൗഖ്യമാക്കാൻ പോകുക. ചിലതിനെ അവൻ ഇന്ന് രാത്രികാലം വിടുവിക്കാൻ പോകുക. ചിലതിനെ അവൻ ഇന്ന് രാത്രികാലം സൗഖ്യമാക്കാൻ